During the last week, we discussed about the communication, importance of communication, the significance of communication, the scope of communication, definition of communication, basic elements or components of communication, then the functions of communication, then the process of communication. കഴിഞ്ഞ ഒരാഴ്ചയിൽ പ്രധാനമായും പല സെഷനുകളിലായി നമ്മൾ പറഞ്ഞത് ആശയവിനിമയത്തിന്റെ പ്രത്യേകത, ആശയവിനിമയത്തിന്റെ പ്രാധാന്യം, അതിന്റെ സാധ്യത, ആശയവിനിമയ പ്രക്രിയ എങ്ങനെ നടക്കുന്നു, ആ ആശയവിനിമയത്തിനകത്തുള്ള ഘടകങ്ങൾ ഏതൊക്കെയാണ്, കമ്പോണൻസ്, എലമെന്റ്സ് ഏതൊക്കെയാണ്, അപ്പം ആശയവിനിമയം നടപ്പിലാക്കുന്നത് പ്രധാനമായും എന്തൊക്കെ പ്രവർത്തനങ്ങളാണ്, ദൗത്യങ്ങളാണ്, ധർമ്മങ്ങളാണ്, ഒപ്പം ആശയവിനിമയത്തിന്റെ വിവിധ വിഭാഗീകരണങ്ങൾ, ഏതെല്ലാം തരത്തിലുള്ള ആശയവിനിമയം ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ടും പറഞ്ഞത്. First, let us consider what is communication. Communication is the process through which an individual or a person sends information, feelings or emotions to another person or to a group of people through a particular channel. Then automatically some effect will take place in connection with that receiver that can be measured or evaluated or analyzed as the feedback. And to send the information, that means the message, some preparations are essential in connection with the source, that is known as the encoding process. And then while receiving information or during the reception of the information from the receiver, from the source, the receiver has to conduct some operations, that is decoding process. During the communication process, without the consent of the receiver or the source, automatically some interruptions or distortions might take place that can be termed as noise. Then to conduct a communication process, definitely there should be a context that may be encouraging the basic elements of the communication process, or that may restrict the elements of the communication process. And the basic elements associated with the communication are the source, message, channel, receiver, effect, feedback, context, noise, decoding and encoding. ആശയവിനിമയം എന്ന് പറയുന്നത് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയിലേക്കോ ഒരു കൂട്ടം ആളുകളിലേക്കോ തൻ്റെ അറിവോ തൻ്റെ കഴിവോ തൻ്റെ വിചാരങ്ങളോ കൈമാറ്റം ചെയ്യപ്പെടുന്ന പ്രക്രിയയാണ്. ആ കൈമാറ്റം ചെയ്യപ്പെടുന്ന ആ വസ്തുവിനെ നമ്മൾ മെസ്സേജ് എന്ന് വിളിക്കും. ഇത് കൈമാറ്റം ചെയ്യുന്നയാളെ സോഴ്സ് അല്ലെങ്കിൽ സെൻറ്റർ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റർ എന്ന് നമ്മൾ വിളിക്കും. ഈ സന്ദേശം സ്വീകരിക്കുന്നയാളെ നമ്മൾ സ്വീകർത്താവ് അഥവാ റിസീവർ എന്ന് പറയും. ഈ സന്ദേശം സംവഹിക്കുന്ന ഒന്നുണ്ട്. ഇപ്പൊ രണ്ട് ആളുകൾ സംസാരിക്കുന്ന സമയത്ത് എയറിലൂടെയാണ്, വായുവിലൂടെയാണ് ഈ സന്ദേശം മറ്റേ ആളിലേക്ക് എത്തുക. അതിനെ നമ്മൾ ചാനൽ എന്ന് വിളിക്കും. ഇനി ഈ പ്രേക്ഷകൻ അല്ലെങ്കിൽ സോഴ്സ് അല്ലെ കമ്മ്യൂണിക്കേറ്റർ അല്ലെങ്കിൽ സെന്റർ, ഇതെല്ലാം ഒരാളോട് ചേർന്നുള്ള പേരുകളാണ്. ആ സന്ദേശം അയക്കാൻ വേണ്ടി തന്റെ തലച്ചോറിനുള്ളിൽ നടത്തുന്ന ഒരു പ്രക്രിയയുണ്ട്. താൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തെ അർത്ഥവത്തായ വാക്കുകളോ ആംഗ്യങ്ങളോ അംഗവിക്ഷേപങ്ങളോ ചിത്രങ്ങളോ ചിഹ്നങ്ങളോ ഒക്കെ ആയി കൈമാറ്റം ചെയ്യാൻ ആഗ്രഹിക്കും. അത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് സംബന്ധിച്ച ഒരു ക്രമീകരണം തലച്ചോറിനുള്ളിൽ നടക്കും. അതിന് നമ്മൾ എൻകോഡിംഗ് എന്ന് പറയും. ഇങ്ങനെ ലഭിക്കുന്ന ഈ ചിഹ്നങ്ങൾ, ഈ സിംബൽസ്, ഈ സൈൻസ്, ഈ ശബ്ദങ്ങൾ അർത്ഥവത്താക്കിയ ഒന്നാക്കി കൺവേർട്ട് ചെയ്തിട്ടാണ് ഈ സ്വീകർത്താവ് അതിനെ അർത്ഥമുള്ള മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷനായി മെസ്സേജിനെ മാറ്റുക. അവിടെ നമ്മൾ ഡീകോഡിംഗ് എന്ന് പറയും. ഇങ്ങനെ നമ്മൾ സന്ദേശം അയക്കുകയും സ്വീകരിക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായും ചില അസ്വസ്ഥതകൾ ചുറ്റുപാടുകളിൽ നിന്നോ അല്ലാതെയൊക്കെ ഉണ്ടാകും. അതിന് നമ്മൾ നോയ്സ് എന്ന് പറയും. പിന്നെ കമ്മ്യൂണിക്കേഷൻ നടത്താൻ വേണ്ടി ഒരു പശ്ചാത്തലം നമുക്ക് അനിവാര്യമാണ്. അതിനെ കോണ്ടെക്സ്റ്റ് എന്ന് പറയും. ഈ പശ്ചാത്തലം നമ്മളെ ഈ കമ്മ്യൂണിക്കേഷനെ ഉത്തേജിപ്പിക്കുവാനോ നിയന്ത്രിക്കുവാനോ ഉള്ള ഒരു സാഹചര്യമായി മാറും. ഇതാണ് ആശയവിനിമയം എന്ന് പറയുക. ആശയവിനിമയം എന്ന് പറയുന്നതിന്റെ കൂടെ തന്നെ ബേസിക് എലമെന്റ്സ്, കമ്പോണൻസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു.
അപ്പം ഈ ആശയവിനിമയത്തിൽ ആദ്യം സോഴ്സ് അയക്കുന്ന മെസ്സേജ് ഒരു ചാനൽ വഴി റിസീവറിലെത്തുന്നു. അപ്പൊ റിസീവർ സ്വാഭാവികമായും അതിനോട് പ്രതികരിക്കുന്നു, എഫക്റ്റ് ഉണ്ടാകും. ആ എഫക്റ്റിനെ സോഴ്സ് മനസ്സിലാക്കുന്നു, ഫീഡ്ബാക്ക് എന്ന് നമ്മൾ അതിനെ പറയുന്നു. അപ്പൊ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു സൈക്ലിക് പ്രോസസ്സാണ്. കാരണം ഈ റിസീവർ ഈ ഇൻഫർമേഷൻ സ്വീകരിച്ചു കഴിയുന്ന സമയത്ത് ഈ റിസീവർ റെസ്പോണ്ട് ചെയ്യും. റിസീവർ ഇത് സോഴ്സ് ആണെന്ന് കരുതുക, ഇത് റിസീവർ ആണെന്ന് കരുതുക. ഈ സോഴ്സിൽ നിന്ന് ഒരു സന്ദേശം, ഒരു മെസ്സേജ് ഒരു ചാനൽ വഴി ഈ റിസീവറിലേക്ക് എത്തപ്പെടും. ഈ റിസീവറിൽ ഈ സോഴ്സ് എത്തുമ്പോൾ ഒരു പ്രതികരണം ഉണ്ടാവും, എഫക്റ്റ് ഉണ്ടാവും. ആ എഫക്റ്റിനെ ഈ സോഴ്സ് ഇവാലുവേറ്റ് ചെയ്യും, ഐദർ പോസിറ്റീവ് ഓർ നെഗറ്റീവ് വൺ, വാട്ട് എവർ മേ ബി. ദെൻ ഈ റിസീവർ ഇതിനോട് റെസ്പോണ്ട് ചെയ്യും. ഈ റെസ്പോണ്ട് ചെയ്യുന്ന സമയത്ത് ഈ റിസീവർ സ്വാഭാവികമായും ഇൻഫർമേഷൻ പഴയ സോഴ്സിലേക്ക് കൊടുക്കുകയാണ്. അപ്പോ ഈ റിസീവർ സോഴ്സ് എന്നുള്ള റോള് എടുക്കും. ആദ്യത്തെ സോഴ്സ് റിസീവർ എന്ന റോളിലേക്ക് മാറ്റപ്പെടുന്നു. അതുകൊണ്ടാണ് കമ്മ്യൂണിക്കേഷനെ നമ്മൾ സൈക്ലിക് പ്രോസസ് എന്ന് പറയുക. സൈക്ലിക് പ്രോസസ് എന്ന് പറയും. ഈ സംബന്ധിച്ച് ഡയഗ്രാം ഉണ്ട്. ഡയഗ്രാം പ്രസന്റ് ചെയ്ത് കാണിക്കാനുള്ള ഓപ്ഷൻസിനെ കുറിച്ച് നമുക്ക് ആലോചിക്കാം. മറ്റൊന്ന് ഈ ബേസിക് എലമെന്റ്സ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്. ഇനി നമ്മൾ പറഞ്ഞത് ഡെഫിനിഷനാണ്. കമ്മ്യൂണിക്കേഷൻ ഏറ്റവും എളുപ്പത്തിലുള്ള ഡെഫിനിഷൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഏറ്റവും ആദ്യം കണ്ടതാണ്, ഏറ്റവും ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ കണ്ടതാണ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് മനുഷ്യബന്ധങ്ങൾ നിലനിർത്താൻ വേണ്ടി, അത് വികസിപ്പിക്കുവാൻ വേണ്ടിയും നാം ഉപയോഗിക്കുന്ന ഒന്നാണ് കമ്മ്യൂണിക്കേഷൻ, അല്ലെ? കമ്മ്യൂണിക്കേഷൻ ഈസ് ദ പ്രോസസ് വെയർ ബൈ കമ്മ്യൂണിക്കേഷൻ ഈസ് ദ മെക്കാനിസം ത്രൂ വിച്ച് ഹ്യൂമൻ റിലേഷൻസ് എക്സിസ്റ്റ് ആൻഡ് ഡെവലപ്പ്. ഡെഫിനിഷൻ നിങ്ങൾ പഠിച്ചിരിക്കണം, ബൈ ഹാർട്ട് പഠിച്ചിരിക്കണം, വേറെ കോൺട്രിബ്യൂഷൻസ് ഒന്നും ഉണ്ടാവില്ല. കമ്മ്യൂണിക്കേഷൻ ഈസ് ദ മെക്കാനിസം ത്രൂ വിച്ച് ഹ്യൂമൻ റിലേഷൻസ് എക്സിസ്റ്റ് ആൻഡ് ഡെവലപ്പ്. മറ്റൊരു ഡെഫിനിഷൻ നമ്മൾ കണ്ടതാണ്, കമ്മ്യൂണിക്കേഷൻ ഈസ് ദ പ്രോസസ് വെയർ ബൈ വൺ പേഴ്സൺ ടെൽസ് അനദർ സംതിങ് ത്രൂ ദ റിട്ടേൺ ഓർ സ്പോക്കൺ വേ. ഡിഫറെന്റ് ടൈപ്പ് കമ്മ്യൂണിക്കേഷൻ, ടുഗദർനെസ് ഫീലിംഗ് ആണ്. അപ്പം ഇതിനോട് ചേർത്ത് നമ്മൾ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം. അപ്പം കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന വാക്കിന്റെ ഒറിജിൻ, ദ ഒറിജിൻ ഓഫ് ദി ടൈം കമ്മ്യൂണിക്കേഷൻ ഓർ ദി ടൈം കമ്മ്യൂണിക്കേഷൻ ഡിറൈവ്ഡ് ഫ്രം ദി ലാറ്റിൻ വേർഡ് communis, the noun communis and the verb communicare. That means to make common. നമ്മൾ ആശയവിനിമയം നടത്തുന്ന സമയത്ത് അങ്ങനെയാണ്, പരിചയമില്ലാത്ത ഒരാളോട് വലിയ പരിചയം നമ്മൾ ഉണ്ടായി വരുന്നു, അല്ലെ? അടുപ്പം ഉണ്ടായി വരുന്നു. ടു പ്രൊവൈഡ് ദ ഫീൽ ഓഫ് ടുഗദർനെസ്, ഒരു ടീം സ്പിരിറ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നു. ക്ലാസ്സിൽ വരുന്ന കുട്ടികൾ തമ്മിൽ വലിയ ബന്ധങ്ങളൊന്നുമില്ല, പക്ഷേ ഡിഗ്രി 3 വർഷം കഴിയുമ്പോൾ, PG 2 വർഷം കഴിയുമ്പോൾ അവർ വലിയൊരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെ ആയിപ്പോകും. ഇറ്റ് ഈസ് ത്രൂ ദ കമ്മ്യൂണിക്കേഷൻ ദാറ്റ് ഡെവലപ്മെന്റ് ദേ റിസീവ്സ്. അങ്ങനെയാണ് വരുന്നത്, അല്ലെ? ഇന്റർചേഞ്ച് ഓഫ് തോട്ട്സ്, ഐഡിയാസ്, ഇതെല്ലാം നമ്മൾ നടത്തുന്നു. അപ്പൊ ഷെയറിംഗ് ഓർ എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസ്, ഇൻഫർമേഷൻ, നോളജ്, ആറ്റിറ്റ്യൂഡ് ഓർ ഫീലിംഗ് among 2 or more persons through certain signs and symbols. Signs and symbols ഉപയോഗിച്ച് നമ്മൾ ചെയ്യും, അല്ലെ? ടു ട്രാൻസ്ഫർ ഓർ കൺവേ ഓഫ് മീനിങ്, ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിൽ അങ്ങനെയാണ് പറയുക. വൺ മൈൻഡ് അഫക്റ്റിംഗ് അനദർ, വേറെ ഡെഫിനിഷൻ ആണ്. ട്രാൻസ്മിഷൻ ഓഫ് സ്റ്റിമുലി, നമ്മൾ പറഞ്ഞിരുന്നു കോണ്ടെക്സ്റ്റിനോട് ബന്ധപ്പെട്ട് either stimulation or restriction may take place in connection with the context, one of the important element of the communication process. The mechanism through which human relations exist and develop. വിൽബർസ്ലാമിന്റെ ഒരു ഡെഫിനിഷനാണ്, ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് നമുക്ക് പറയാവുന്ന ഒരു ഡെഫിനിഷനാണ്. പിന്നെ കമ്മ്യൂണിക്കേഷന്റെ ഇമ്പോർട്ടൻസ് ആണ്, പ്രാധാന്യം നമുക്കറിയാം. ഈവൻ വി കനോട്ട് തിങ്ക്, ഈവൻ വി കനോട്ട് ഡ്രീം എ വേൾഡ് വിതൗട്ട് കമ്മ്യൂണിക്കേഷൻ. നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയമില്ലാത്തൊരു ലോകത്തെ കുറിച്ച്. അത്രമാത്രം ദാറ്റ് ഈസ് ആൻ എസെൻഷ്യൽ നീഡ് ഓഫ് ഈച്ച് ആൻഡ് എവരി ഇൻഡിവിജ്വൽ. ഓരോ ആളുകളിൽ ലൈക്ക് ദ പ്രൈമറി നീഡ്സ്, അല്ലേ? ഷെൽട്ടർ, ഫുഡ്, ക്ലോത്ത്, ഇതേപോലെ തന്നെ നമുക്ക് വേണം. ഭക്ഷണവും താമസവും വസ്ത്രവും പോലെ തന്നെ നമുക്ക് അനിവാര്യമാണ്. നമുക്ക് മിണ്ടാതിരിക്കാൻ പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോ അത്ര സമയം നമ്മള് ഭക്ഷണം കഴിക്കാൻ, ഉറങ്ങാൻ, സ്നേഹിക്കാൻ ഒക്കെ പോലെ തന്നെ നമ്മുടെ ഒരു ആവശ്യമാണ് സംസാരിക്കുക എന്നുള്ളത്, അല്ലെ? സിമ്പിൾ മീഡിയേറ്റഡ് ഇന്ററാക്ഷൻ നമ്മൾ എപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് സോളിറ്ററി സെൽസ് അല്ലെങ്കിൽ സോളിറ്ററി ഇംപ്രിസൺമെന്റ് ഒക്കെ
ഉണ്ടായത്. അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞാണ്. ഏകാന്ത തടവുകൾ, പ്രകൃതിയോട് പോലും സംസാരിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് അത്രമാത്രം രീതിയിലേക്ക് അവരെ പണീഷ് ചെയ്യും എന്നുള്ളത് വലിയ പ്രത്യേകതയാണ്. അപ്പൊ കമ്മ്യൂണിക്കേഷൻ പ്രോസസ് എന്ന് പറയുന്നതിന്റെ ഇമ്പോർട്ടൻസ് ഇവിടെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ സ്കോപ്പ്, ഫീച്ചേഴ്സ് ആൻഡ് സ്കോപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ അല്ലെ. കമ്മ്യൂണിക്കേഷൻ പ്രോസസ് ഷുഡ് ബി ഡിസൈൻഡ് as such so as to gain the attention of the receiver. Symbols, signs that can be used, codes can be used to communicate. Actually, the communication does not mean the mass communication. You should remember one thing, that communication എന്ന് പറയുമ്പോൾ നമ്മൾ മാസ് കമ്മ്യൂണിക്കേഷൻ ആണെന്ന് ഓർക്കുന്നത്. മാസ് കമ്മ്യൂണിക്കേഷൻ ഈസ് ഓൺലി വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അത് മാറിപ്പോകരുത്, ഓർക്കുന്നത്. അപ്പോ സിമ്പിൾസ് ഉപയോഗിച്ച് നമ്മൾ സംസാരിക്കും, കോഡ്സ് ഉപയോഗിച്ച് സംസാരിക്കും അല്ലെ. യെസ്. പിന്നുള്ളത് ഫങ്ഷൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഫങ്ഷൻസ്: ടു ഇൻഫോം, ടു എഡ്യൂക്കേറ്റ്, ടു എന്റർടൈൻ, ടു സോഷ്യൽ പ്രൊമോഷൻ, ടു കൾച്ചറൽ പ്രൊമോഷൻ, ടു പെർസുവേഷൻ, ഫോർ ഇന്റഗ്രേഷൻ, ടു കണ്ടക്ട് ഡിബേറ്റ് ആൻഡ് ഡിസ്കഷൻ. കമ്മ്യൂണിക്കേഷൻ ഈസ് എസെൻഷ്യൽ. ആളുകളെ അറിയിക്കാൻ, ആളുകളെ പഠിപ്പിക്കാൻ, ആളുകളെ സംസ്കാര സമ്പന്നരാക്കി നിർത്താൻ, ആളുകളെ സമൂഹത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ, ആളുകളെ ഉല്ലസിപ്പിക്കുവാൻ, ആനന്ദിപ്പിക്കുവാൻ, ആളുകൾക്കിടയിൽ ചർച്ചയും വാഗ്വാദങ്ങളും സൃഷ്ടിക്കുവാൻ, ആളുകളെ മോട്ടിവേറ്റ് ചെയ്യാൻ ഒക്കെ കമ്മ്യൂണിക്കേഷൻ ആവശ്യമാണ്. ബേസിക് ഫങ്ഷൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. 15 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പലപ്പോഴും യൂണിവേഴ്സിറ്റി പരീക്ഷകൾ ചോദിക്കാറുണ്ട്. വിച്ച് ആർ ദി ബേസിക് ഫങ്ഷൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ? ഇൻഫർമേഷൻ, education, entertainment, motivation or persuasion, debate and discussion, integration, social promotion, cultural promotion, അല്ലേ? ഡിബേറ്റ് ആൻഡ് ഡിസ്കഷൻ. ഇങ്ങനെ നീണ്ടങ്ങ് പോവുകയാണ്. നമുക്ക് പറയാൻ കഴിയും. ഇതിനൊക്കെ നമുക്ക് ഈ പറയുന്ന കമ്മ്യൂണിക്കേഷൻ നമ്മൾ പ്രയോജനപ്പെടുത്തുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ. ഇനിയുള്ളത് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ പ്രോസസ് നമ്മൾ കണ്ടു, സൈക്ലിക് പ്രോസസ് ആണ് നമ്മൾ പറഞ്ഞത് അല്ലേ. യെസ്. വിശദീകരിച്ച് പറയാൻ ഒരുപാടുണ്ട് നമുക്ക്. ജോഹാരിസ് വിൻഡോ എന്നൊക്കെ പറയുന്ന ജോഹാരി വിൻഡോ ഒക്കെ കമ്മ്യൂണിക്കേഷനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ ദാറ്റ് ഈസ് ഓൾസോ റിലേറ്റഡ് ടു സം സൈക്കോളജിക്കൽ സ്റ്റെപ്സ് ടു ഒക്കെ നമുക്ക് കൂടുതൽ ആധികാരികമായി പറയാം. നമുക്ക് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻസ്. ഫസ്റ്റ് വൺ ഈസ് intrapersonal communication. A person communicate himself or herself. A person alone take the role of source and receiver. He sent message to himself. Meditation, yoga, reflection and the like. Okay. And the intrapersonal communication which take place in prayer is transpersonal communication. Transpersonal communication. Then the self feedback he enjoys. Swayam feedback enjoy. Then interpersonal communication. Two people conduct communication. Most powerful way of communication. Someone sends and someone receives. Then again the receiver take the role of the source. Cyclic process will take place there, where they have to use of all senses to receive and to send. A linking function may take place there. A mediative function may take place there. A regulatory function may take place there. Either verbal and non-verbal communication can be conducted there. Initiating process, experimenting process, intensifying process, integrating process, bonding process will take place there. ഏറ്റവും കൂടുതലായി നടത്തുന്നതാണ്. ഇനീഷ്യേറ്റ് ചെയ്യാം, എക്സ്പെരിമെന്റ് ചെയ്യാം, ഇന്റൻസിഫൈ ചെയ്യാം, ഇന്റഗ്രേറ്റ് ചെയ്യാം, ബോണ്ടിങ് ശക്തമാക്കാം. അടുത്തത് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ. 3 or more people conducts the communication process. അല്ലെ, ഗ്രൂപ്പിന്റെ ഒക്കെ സൈസ് ഒക്കെ നമ്മൾ
വലിയ പ്രാധാന്യമുള്ള വലിയ പ്രത്യേകതകൾ നമ്മൾ തിരിക്കുന്നതാണ്. വലിയ സാങ്കേതിക സംവിധാനങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഗ്രൂപ്പ് ഫോർമേഷൻ വലിയ വിശദമായി പഠിക്കാറുള്ളതാണ്. ഗ്രൂപ്പ് ഫോർമേഷൻ നമ്മൾ അങ്ങനെയൊക്കെ കിടക്കുന്നില്ല. അങ്ങനെ ഫോം ചെയ്ത ഗ്രൂപ്പിൽ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ച് മാത്രമാണ് നമ്മൾ പറയുന്നത്. ഫാക്ട് ഫൈൻഡിങ് ഗ്രൂപ്പുകളുണ്ട്, ഇവാലുവേഷൻ ഗ്രൂപ്പുകളുണ്ട്, പോളിസി മേക്കിംഗ് ഗ്രൂപ്പുകളുണ്ട്, ഇംപ്ലിമെന്റേഷൻ ഗ്രൂപ്പുകളുണ്ട്. അപ്പം ഡിപ്പെൻഡ് അപ്പോൺ ദ സൈസ് ഓഫ് ദി ഗ്രൂപ്പ്, ദ കമ്മ്യൂണിക്കേഷൻ പ്രോസസ് ദേ വിച്ച് വി മേക്ക് യൂസ് വിൽ വേരി ഫ്രം വൺ ടു അനദർ. അല്ലേ? പലതരത്തിലുണ്ട്, പല പ്രശ്നങ്ങളുണ്ട്. ഓപ്പൺ മൈൻഡഡ് അല്ല എങ്കിൽ പ്രശ്നം, ക്ലോസ്ഡ് മൈൻഡ് ആണെങ്കിൽ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. കമ്മ്യൂണിക്കേഷൻ പ്രോസസ്, ലിസണിങ്, സ്പീക്കിംഗ്, ഫീഡ്ബാക്ക്, അല്ലേ? ഇതെല്ലാം അവിടെ നടക്കുന്നുണ്ട്. ഇന്ററാക്ഷൻ പ്രോസസ് വിൽ ടേക്ക് പ്ലേസ് there. Accurate information, clear cut information, concise information. ഗ്രൂപ്പിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഒന്ന് രണ്ട് ചുമ്മാ ചെറിയ കാര്യങ്ങൾ ഞാൻ പറയാം. ഇഫ് യു ഹാവ് നത്തിങ് ടു സേ ഇറ്റ് ഈസ് ബെറ്റർ ടു കീപ് സൈലൻസ് എന്ന് നമ്മൾ പറയാറുണ്ട്, അല്ലേ? ഒന്നും പറയാനില്ലെങ്കിൽ നമ്മളൊന്നും പറയരുത്. യെസ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് മാസ് കമ്മ്യൂണിക്കേഷൻ. Mass communication. Mass communication means the communication which conducts through the mass media. Mass media എന്താണ് നമ്മൾ കണ്ടു, അല്ലേ? Yes. Any mechanical device that multiplies messages and takes it to a large number of people simultaneously is called mass communication. Diversified audience. പത്രം വായിക്കുന്നവർ ആരൊക്കെയാണ് നമുക്കറിയില്ല. നമ്മൾ വായിക്കുന്ന പത്രം വായിക്കും. റേഡിയോ കേൾക്കുന്നവർ, ടി വി കാണുന്നവർ ആരാണ് നമുക്കറിയില്ല, ഇല്ലേ? യെസ്. Then the type of communication also can be divided. Verbal, non-verbal communication. ഒരാൾ പറയുന്നു മറ്റൊരാൾ കേൾക്കുന്നു, വെർബൽ കമ്മ്യൂണിക്കേഷൻ. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ, ഇല്ലേ? ഫേഷ്യൽ ബിഹേവിയർ. നവരസങ്ങൾ നമുക്കറിയാം. നവരസങ്ങൾ, ഫേഷ്യൽ എക്സ്പ്രഷൻസ്, അല്ലേ? ആങ്കർ, ജോയ്, സർപ്രൈസ്, ഡിസ്ഗസ്റ്റ്, സാഡ്നസ്, ഫിയർ. കേട്ടിട്ടില്ലേ നവരസങ്ങൾ? യെസ്. അപ്പോ നമുക്ക് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഫേഷ്യൽ എക്സ്പ്രഷൻ, ബോഡി ലാംഗ്വേജ്. ഒരാളെ നമ്മൾ കാണുന്ന ഒരു നിമിഷമാണ്. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ആ ഒരു നിമിഷ നേരം കൊണ്ട് നമുക്ക് ആളെ കുറിച്ച് അറിയാൻ കഴിയും. ഒരു സെക്കൻഡിന്റെ പകുതി മതി എന്നാണ് പറയുക ഒരാളെ വിലയിരുത്താൻ. ശരീരശാസ്ത്രത്തെ കുറിച്ച്, ശരീരഭാഷയെ കുറിച്ച് പഠിക്കുന്നിടത്ത് അങ്ങനെയാണ് പറയുക. ഒരു സെക്കൻഡിന്റെ ഫ്രാക്ഷൻ മതി ഒരാളെ വിലയിരുത്താൻ. പല കാരണങ്ങളുണ്ട്. ബോഡി മൂവ്മെന്റ് വിൽ സ്പീക്ക് ടു us. Then posture and gestures. ശരീരത്തിന് നിൽപ്പ്, ഇരിക്കുമ്പോൾ, നിൽക്കുമ്പോൾ, കിടക്കുമ്പോൾ, അപ്പം നടക്കുമ്പോൾ നമ്മളോട് സംസാരിക്കുന്നുണ്ട്. ബോഡി പോസ്റ്റേഴ്സ്, പോസ്റ്ററൽ ഡിഫോമിറ്റി നമുക്കറിയാം. ക്ലോത്തിങ്, വസ്ത്രധാരണം, പേഴ്സണൽ അപ്പിയറൻസ്, പ്രോക്സിമിസ്. പ്രോക്സിമിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുപ്പം എന്നാണ്. ദെൻ പാരാ ലാംഗ്വേജ്, ഇതിനെ കുറിച്ച് പിന്നീട് പറയാം. ഇതെല്ലാം നമ്മളോട് കൃത്യമായി പറയുന്നുണ്ട്. ഈവൻ ഐ കമ്മ്യൂണിക്കേറ്റ്സ്, ഐ ബിഹേവിയർ എന്ന് പറഞ്ഞതുകൊണ്ട്, ഐ ബിഹേവിയർ, കണ്ണ്, ഐ കോണ്ടാക്ട് is the most important and powerful tool or weapon to attract the attention of audience. രാജ്യം കണ്ട നേതാക്കന്മാരിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഐ കോണ്ടാക്ട് ഉണ്ടായിരുന്നത് രാജീവ് ഗാന്ധിക്കാണെന്നാണ് പറയുന്നത്. ബാക്കിയുള്ളവർക്ക് ഇല്ലായിരുന്നു എന്നല്ല. കണ്ണും കണ്ണും തേടും എന്ന് കേട്ടിട്ടില്ലേ? യെസ്. കണ്ണിൽ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. കമ്മ്യൂണിക്കേറ്റ് റിയലി. ശബ്ദമൊന്നുമില്ല, no gestures, but they communicate. ഐ ബിഹേവിയർ ഏറ്റവും എഫക്ട്ഫുൾ ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ബിഹേവിയർ. ഹാപ്പി ആണോ, അൺഹാപ്പി ആണോ, സ്ട്രെസ്ഫുൾ ആണോ, ഡിപ്രസ്ഡ് ആണോ എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ഒരാളുടെ കണ്ണിൽ നോക്കിയാൽ മതി, വളരെ കൃത്യമായി അറിയാൻ പറ്റും. കണ്ണിന്റെ കൃഷ്ണമണിയുടെ ചലനങ്ങൾ, how the people
dilates, and then grows larger. When we are angry, our pupils constrict or grow smaller. കലിച്ച് ദേഷ്യത്തിലിരിക്കുമ്പോൾ എന്ത് ചെയ്യും? ഈ പീപ്പിൾ അങ്ങോട്ട് ചുരുങ്ങി പോകും. കലിപ്പാന്ന് നമുക്ക് മനസ്സിലാവും. വേറെ ഒന്നും നോക്കണ്ട, ഒന്നും പറയണ്ട, അടി കിട്ടുന്ന പോലെ നിൽക്കണ്ട. പക്ഷെ ഹാപ്പി ആണെങ്കിലോ വേറെ തിരിച്ചിട്ടാണ്. ഈ പീപ്പിള് എൻലാർജ് ചെയ്യും. നമുക്കറിയാൻ പറ്റും. സൈസ് ഓഫ് ദി ഐസ്, പർട്ടിക്കുലർലി സൈസ് ഓഫ് ദി പീപ്പിൾ. ഈ പീപ്പിളിന്റെ കണ്ണിന്റെ പ്രത്യേകത നോക്കി നമുക്കറിയാൻ പറ്റും. ഐ കോണ്ടാക്ട് വലിയ ബിഹേവിയറാണ്, വലിയ പ്രത്യേകത. കണക്ഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ, ബന്ധങ്ങൾ ഉണ്ടാക്കാൻ കണ്ണ് വലിയ പ്രത്യേകത. ബോഡി മൂവ്മെന്റ് പ്രധാനപ്പെട്ടതാണ്. ബോഡി മൂവ്മെന്റ്, പൊസിഷൻ ഓഫ് ദി ബോഡി പ്രധാനപ്പെട്ടതാണ്. പേഴ്സണൽ അപ്പിയറൻസ്, ക്ലോത്തിങ്, ടച്ചിങ്, ചുമ്മാ തട്ടുന്നതും അറിയാതെ തട്ടുന്നതും മനഃപൂർവ്വം തട്ടുന്നതും ഒക്കെ നമുക്കറിയാം. ദാറ്റ് റിവീൽസ് ഹിസ് ബിഹേവിയർ ഓർ ഹെർ ബിഹേവിയർ, ഇല്ലേ? അവനറിയാതെ തന്നെ എന്റെ സ്വഭാവം വിളിച്ചു പറയുകയാണ്. പാരാ ലാംഗ്വേജ്, അതിനെക്കുറിച്ച് ഞാൻ പറയാം. ദാറ്റ് ഈസ് ആപ്ലിക്കബിൾ ഇൻ യുവർ ലൈഫ് ഇറ്റ്സെൽഫ്. വെർബൽ, റിട്ടൺ കമ്മ്യൂണിക്കേഷൻ, അതിനകത്തൊക്കെ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ അങ്ങ് വിശദീകരിച്ച് പറയാനുണ്ട്. എലമെന്റ്സ് പറഞ്ഞു, ഫങ്ഷൻസ് പറഞ്ഞു, ടൈപ്പ് പറഞ്ഞു, ഇമ്പോർട്ടൻസ് പറഞ്ഞു, സ്കോപ്പ് പറഞ്ഞു, അല്ലേ? യെസ്, ഏതാണ്ട് ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ പറഞ്ഞത്. ഇവിടെ നമ്മൾ തൽക്കാലം സമയത്തിന്റെ കൃത്യത കൊണ്ട് നിർത്തുകയാണ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നതിന്റെ ഒരു ഇൻട്രഡക്ഷൻ, ഇൻട്രഡക്ടറി പാർട്ട് എന്ന് പറയുന്നത് ഇതാണ്.